Unit 1 Towards a Hundredfold Yield. Part 1. Children, look at the picture. What is the girl doing? She is planting a sapling, a mango sapling. When will my mango tree bear mangoes like that big tree? ആ വലിയ മാവിനെ പോലെ എന്നാണ് എൻ്റെ മാവിലും ധാരാളം മാങ്ങകൾ ഉണ്ടാകുന്നത്? Have patience. Your mango tree will also give you lots of mangoes within 8 to 10 years. കാത്തിരിക്കൂ. എത്ര വർഷങ്ങൾ കാത്തിരിക്കണം? 8-10 വർഷങ്ങൾ കഴിഞ്ഞാൽ നിന്റെ മാവും എന്നെപ്പോലെ ധാരാളം മാങ്ങകൾ തരുമെന്ന് ആ വലിയ മാംഗോ ട്രീ അവളോട് പറയുകയാണ്. You may have seen different types of mango trees in your home and surroundings. Ask the elders in your home how long it will take for the mango saplings to grow and produce mangoes. നിങ്ങളുടെ വീട്ടിലും പരിസരങ്ങളിലുമായി പലതരം മാവുകളില്ലേ? വിത്തുമുളച്ച് തൈകൾ വളർന്ന് മാങ്ങയുണ്ടാകാൻ ഏകദേശം എത്ര കാലം എടുക്കുമെന്ന് വീട്ടിലെ മുതിർന്നവരോട് ചോദിക്കൂ. What are your expectations while planting and nurturing a mango sapling? ഒരു മാവിൻ തൈ നട്ടു വളർത്തുമ്പോൾ നിങ്ങൾ എന്തെല്ലാമാണ് പ്രതീക്ഷിക്കുന്നത്? Should get a lot of mangoes. Must start yielding at the earliest. Mangoes should be sweet. എന്തൊക്കെയാണ് നിങ്ങൾ പ്രതീക്ഷിക്കുന്നത്? ധാരാളം മാങ്ങയുണ്ടാവണം, വേഗം കായ്ക്കണം, നല്ല മധുരമുള്ള മാങ്ങയുണ്ടാവണം, അല്ലേ? Aren't our goals the same while cultivating fruits, vegetables or cereals too? പഴങ്ങളും പച്ചക്കറികളും ധാന്യങ്ങളും ഒക്കെ കൃഷി ചെയ്യുമ്പോൾ നമ്മുടെ ലക്ഷ്യവും ഇങ്ങനെ തന്നെയല്ലേ? ധാരാളം പച്ചക്കറികൾ ഉണ്ടാകണം, വേഗം കായ്ക്കണം, നല്ല ഗുണമുള്ളതായിരിക്കണം. ഇതായിരിക്കില്ലേ നമ്മളുടെ ചിന്ത? അതെ. എന്തൊക്കെയാണ്? Should yield quickly. Must yield plenty. Yield should have good quality. വേഗം ഫലമുണ്ടാവണം, നല്ല വിളവ് ലഭിക്കണം, ഫലത്തിന് നല്ല ഗുണനിലവാരവും ഉണ്ടായിരിക്കണം. What things are to be taken care of to achieve this? Discuss with your friends and write in your science diary. ഇതിനായി എന്തെല്ലാം കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം? നല്ല ഫലമുണ്ടാവാൻ, വേഗത്തിൽ കായ്ക്കാൻ, ഫലത്തിന് നല്ല ഗുണനിലവാരം ഉണ്ടാവാൻ. ഇത്തരം കാര്യങ്ങൾക്കായി നമ്മൾ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. അതെന്തെല്ലാമാണ് കൂട്ടുകാരെ? Good seeds or planting materials should be used. അതായത് നല്ല വിത്തുകളോ നടീൽ വസ്തുക്കളോ ഉപയോഗിക്കണം, തിരഞ്ഞെടുക്കണം. നടുന്നതിനായി നല്ല വിത്തുകൾ തിരഞ്ഞെടുക്കണം, അല്ലെങ്കിൽ നല്ല നടീൽ വസ്തുക്കൾ തിരഞ്ഞെടുക്കണം. പിന്നെയോ? പിന്നെ എന്താണ് വേണ്ടത്? ഫേവറബിൾ ക്ലൈമറ്റ്, അനുയോജ്യമായ കാലാവസ്ഥ തിരഞ്ഞെടുക്കണം. നല്ല തണുപ്പുള്ള പ്രദേശങ്ങളിൽ ഉണ്ടാകുന്ന ഫലങ്ങൾ നമ്മുടെ നാട്ടിൽ കൊണ്ടുപോയി പ്ലാന്റ് ചെയ്താൽ അത് വേഗത്തിൽ കായ്ക്കുമോ, ഉണ്ടാവുമോ? ഇല്ല. അപ്പോൾ എന്ത് വേണം? ഫേവറബിൾ ക്ലൈമറ്റ് വേണം. പിന്നെയോ? ഫെർട്ടൈൽ സോയിൽ, വളക്കൂറുള്ള മണ്ണ് വേണ്ടേ? തീർച്ചയായും വേണം. പിന്നെ എന്താണ്? ഫെർട്ടിലൈസേഷൻ ആൻഡ് ഇറിഗേഷൻ ഷുഡ് ബി ഡൺ. കുഴിച്ചു വെച്ചാൽ മാത്രം മതിയോ? നട്ടുപിടിപ്പിച്ചാൽ മാത്രം മതിയോ? വളപ്രയോഗം നടത്തണം, വെള്ളം നനയ്ക്കണം, അല്ലേ? ആവശ്യത്തിന് വാട്ടറിങ് ചെയ്യണം, ഫെർട്ടിലൈസേഷൻ വേണം. പിന്നെയോ? പെറ്റ്സ് ആൻഡ് വീഡ് ഷുഡ് ബി കൺട്രോൾഡ്. കളകൾ സമയാസമയങ്ങളിൽ കൺട്രോൾ ചെയ്യണം. നെൽകൃഷിയിലൊക്കെ നിങ്ങൾ കണ്ടിട്ടില്ലേ? നെൽച്ചെടികൾ നട്ടു കഴിഞ്ഞതിന് ശേഷം കള പറിച്ചു കളയാറുണ്ടല്ലേ? അതുപോലെ കൃഷിയിൽ എന്ത് ചെയ്യണം? പെസ്റ്റ് ആൻഡ് വീഡ് ഷുഡ് ബി കൺട്രോൾഡ്. കീടനിയന്ത്രണം വേണം, കളയും പറിച്ചു കളയേണ്ടതായിട്ടുണ്ട്. ഇത്രയും കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചാൽ നമുക്ക് എന്ത് കിട്ടും? ഷുഡ് ഗെറ്റ് ലോട്ട് ഓഫ് yield. നല്ല ഫലം ലഭിക്കുന്നതിനായി നല്ല വിത്തുകൾ തിരഞ്ഞെടുക്കണമെന്ന് നമ്മൾ പറഞ്ഞു. എങ്ങനെയാണ് അത് തിരഞ്ഞെടുക്കുക? സീഡ്സ് ആൻഡ് പ്ലാന്റിംഗ് മെറ്റീരിയൽസ്, വിത്തുകളും നടീൽ വസ്തുക്കളും. Haven't you heard the proverb? വിത്തുഗുണം 10 ഗുണം.
വിത്ത് ഗുണം 10 ഗുണം എന്ന പഴഞ്ചൊല്ല് നിങ്ങൾ കേട്ടിട്ടില്ലേ? വാട്ട് ഡസ് ഇറ്റ് മീൻ? എന്താണത് അർത്ഥമാക്കുന്നത്? നല്ല ഗുണമുള്ള വിത്താണെങ്കിൽ അതിൻ്റെ ഫലവും നല്ല ഗുണമുള്ളതായിരിക്കും, നല്ല കായ്ഫലം തരും. തന്നിരിക്കുന്ന ഈ ചിത്രങ്ങൾ നോക്കൂ. ഒബ്സർവ് ദ പിക്ചേഴ്സ് ആൻഡ് ആൻസർ ദ ക്വസ്റ്റ്യൻസ് ഗിവൺ ബിലോ. തന്നിരിക്കുന്ന ചിത്രങ്ങൾ നോക്കി താഴെ തന്നിരിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതാം. Where are seeds formed? What about fruits? എവിടെയാണ് വിത്തുകൾ ഉണ്ടാവുന്നത്? പഴങ്ങളോ? വിത്തുകൾ എവിടെയാണ് ഉണ്ടാവുന്നത്? പാവൽ ചെടിയാണല്ലേ തന്നിരിക്കുന്നത്. അതിന്റെ ഫലം പാവയ്ക്കയാണ്. പാവയ്ക്കയുടെ അകത്താണ് വിത്തുണ്ടാവുന്നത്. ഈ പാവൽ ചെടിയിൽ നിന്ന് മികച്ച വിത്ത് നമുക്ക് എങ്ങനെ തിരഞ്ഞെടുക്കാം? വാട്ട് ഫാക്ടേഴ്സ് ഷുഡ് ബി കൺസിഡേർഡ് while selecting the best seeds? ഈ പാവൽ ചെടിക്ക് അകത്തു നിന്ന് ഏറ്റവും നല്ല വിത്ത് നമുക്ക് എങ്ങനെ തിരഞ്ഞെടുക്കാൻ സാധിക്കും? Look at these plants. Which of these plants would you choose to collect seeds from? Why? രണ്ട് ചിത്രങ്ങളും നോക്കൂ. Plant 1, plant 2. You know that a single plant can produce many fruits. കൂട്ടുകാരെ, ഒരു ചെടിയിൽ ധാരാളം ഫലങ്ങൾ ഉണ്ടാകുമെന്ന് നിങ്ങൾക്കറിയാമല്ലോ. Fruits from which harvesting stage should be selected to get good seeds? ഏത് കാലത്തുണ്ടാകുന്ന ഫലമാണ് വിത്തിനായി തിരഞ്ഞെടുക്കേണ്ടത്? ആദ്യം ഉണ്ടാകുന്ന ഫലങ്ങളാണോ അവസാനം ഉണ്ടാകുന്ന ഫലങ്ങളാണോ? Are the fruits formed at the initial and final stages of the lifespan of plants ideal for seed collection? ആദ്യമുണ്ടാകുന്ന ഫലങ്ങളും അവസാനമുണ്ടാകുന്ന ഫലങ്ങളും വിത്ത് ശേഖരിക്കുന്നതിന് അനുയോജ്യമാണോ? Are the fruits formed at the initial and final stages of the lifespan of plants ideal for seed collection? No. Seeds should be collected from the ripened fruits produced during the middle of the plant's lifespan. എപ്പോഴാണ് വിത്തുകൾ തിരഞ്ഞെടുക്കേണ്ടത്? എപ്പോഴാണ്? മൂപ്പെത്തിയ ഫലത്തിൽ നിന്നാണ് വിത്തുകൾ തിരഞ്ഞെടുക്കേണ്ടത്. ഒരു ചെടിയുടെ മധ്യകാലത്തുണ്ടാകുന്ന മൂപ്പെത്തിയ ഫലങ്ങളിൽ നിന്നാണ് വിത്തുകൾ ശേഖരിക്കേണ്ടത്. എപ്പോഴാണ് വിത്തുകൾ ശേഖരിക്കേണ്ടത്? ഒരു പ്ലാന്റിന്റെ ലൈഫ് സ്പാനിന്റെ മിഡിൽ സ്റ്റേജിൽ, മധ്യത്തിൽ, ഒരു ചെടിയുടെ ആയുസിന്റെ മധ്യത്തിൽ അതിൽ നിന്നുണ്ടാകുന്ന ഫലങ്ങളിൽ നിന്നാണ് വിത്ത് ശേഖരിക്കേണ്ടത്. പ്ലാന്റ്സ് ലൈക്ക് ലേഡീസ് ഫിംഗർ ആൻഡ് പീ കണ്ടെയ്ൻ ന്യൂമറസ് സീഡ്സ് ഇൻ എ സിംഗിൾ ഫ്രൂട്ട്. വെണ്ടയ്ക്ക, പയർ തുടങ്ങിയ ചെടികളിലെ അവയുടെ കായ്ക്കുള്ളിൽ അനേകം വിത്തുകൾ ഉണ്ടല്ലേ. Can all these seeds be used for the production of seedlings? കൂട്ടുകാരെ, വെണ്ട, പയർ തുടങ്ങിയവയിൽ ഒരു ഫലത്തിൽ തന്നെ ധാരാളം വിത്തുകളുണ്ട്. അവയെല്ലാം തൈകൾ ഉൽപ്പാദിപ്പിക്കാൻ നല്ലതാണോ? അല്ല. How can we select the best seeds from them? അവയിൽ നിന്ന് നമുക്ക് ഏറ്റവും നല്ല വിത്ത് എങ്ങനെ തിരഞ്ഞെടുക്കാം? Take a few pea seeds. Select the best seed from them based on the following factors. ഏതാനും പയർ വിത്തെടുത്ത് താഴെ കൊടുത്തിരിക്കുന്ന കാര്യങ്ങൾ പരിശോധിച്ച് മികച്ച വിത്തുകൾ തിരഞ്ഞെടുക്കൂ. എന്തെല്ലാം കാര്യങ്ങളാണ് പരിശോധിക്കേണ്ടത്? ഷേപ്പ്, ആകൃതി പരിശോധിക്കണം. സൈസ്, വലിപ്പം നോക്കണം. വെയ്റ്റ്, ഭാരം നോക്കണം. സീഡ് കോട്ട്, പുറന്തോടും നോക്കണം. എന്തെല്ലാമാണ് ശ്രദ്ധിക്കേണ്ടത്? ഷേപ്പ്, സൈസ്, വെയ്റ്റ് ആൻഡ് സീഡ് കോട്ട്. ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ചിട്ടാണ് മികച്ച വിത്തുകൾ നമ്മൾ തിരഞ്ഞെടുക്കേണ്ടത്. ഫാക്ടേഴ്സ് ടു ബി കൺസിഡേർഡ് while selecting seeds are given below. Put a tick mark in the appropriate box. വിത്ത് തിരഞ്ഞെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളാണ് ഈ തന്നിരിക്കുന്ന ബോക്സിലുള്ളത്. അനുയോജ്യമായ കോളങ്ങളിൽ ടിക്ക് മാർക്ക് രേഖപ്പെടുത്തുക. നോക്കൂ, പ്ലാന്റ് സെലക്ടഡ് ഫോർ സീഡ് കളക്ഷൻ. വിത്തെടുക്കുന്ന ചെടി.
ലോ ഈൽഡിംഗ് കായ്ഫലം കുറവുള്ളത്, ഹൈ ഈൽഡിംഗ് കായ്ഫലം കൂടുതലുള്ളത്, ഹെൽത്തി പ്ലാന്റ് ആരോഗ്യമുള്ള ചെടി, ഇൻഫെക്റ്റഡ് പ്ലാന്റ് രോഗബാധയുള്ളത്, സ്റ്റണ്ട് ഗ്രോത്ത് വരൾച്ച മുരടിച്ചത്. ഇവയിൽ നിന്ന് ഏത് ചെടിയാണ് നമ്മൾ വിത്തിനായി തിരഞ്ഞെടുക്കുക? ഹൈ ഈൽഡിംഗ് ഹെൽത്തി പ്ലാന്റ് ആരോഗ്യമുള്ള ചെടിയാണ്. അടുത്തത് നോക്കൂ. ഫ്രൂട്ട് സെലക്റ്റഡ് ഫോർ സീഡ് കളക്ഷൻ വിത്തിനായി തിരഞ്ഞെടുക്കുന്ന ഫലം എങ്ങനെയുള്ളതായിരിക്കണം? ഫ്രൂട്ട്സ് ഫോംഡ് അറ്റ് ദ ഇനീഷ്യൽ സ്റ്റേജ് ഓഫ് പ്ലാന്റ്സ് ലൈഫ് സ്പാൻ ആദ്യമുണ്ടായ ഫലമാണോ തിരഞ്ഞെടുക്കുന്നത്? നോ. ഫ്രൂട്ട്സ് ഫോംഡ് അറ്റ് ദ എൻഡ് ഓഫ് ദ പ്ലാന്റ്സ് ലൈഫ് സ്പാൻ അവസാന കാലത്തുണ്ടായ ഫലമാണോ? നോ. ഫ്രൂട്ട്സ് ഫോംഡ് അറ്റ് ദ മിഡിൽ ഓഫ് പ്ലാന്റ്സ് ലൈഫ് സ്പാൻ മധ്യകാലത്തുണ്ടായ ഫലം. യെസ്. എപ്പോഴുള്ളതാണ് തിരഞ്ഞെടുക്കേണ്ടത്? മിഡിൽ ഓഫ് പ്ലാന്റ്സ് ലൈഫ് സ്പാൻ. അതാണ് ശരി. ഫുള്ളി റൈപ്പൻഡ് മൂപ്പെത്തിയത് അതും കറക്റ്റ് അല്ലേ? അതെ. നോട്ട് റൈപ്പൻഡ് പഴുക്കാത്തതിൽ നിന്നാണോ മൂപ്പെത്താത്തതിൽ നിന്നാണോ? അല്ല. ഇനി സീഡ് സെലക്റ്റഡ് തിരഞ്ഞെടുക്കുന്ന വിത്ത് എങ്ങനെയുള്ളതായിരിക്കണം? ഹാവ് ഡെഫിനിറ്റ് ഷേപ്പ് സ്വാഭാവിക ആകൃതിയുള്ളതായിരിക്കണം. ഹാവ് നോർമൽ വെയ്റ്റ്. യെസ്, അതും ശരിയാണ്. ഹാവ് ഡാമേജ്ഡ് സീഡ് കോട്ട് പുറന്തോട് ഡാമേജ്ഡ് ആയിട്ടുള്ളതാണോ കേടുള്ളതാണോ എടുക്കേണ്ടത്? നോ. ലൈറ്റ് വെയ്റ്റഡ് ഭാരം കുറഞ്ഞതാണോ എടുക്കേണ്ടത്? നോ. നോർമൽ സൈസ്. യെസ്. എന്തൊക്കെയാണ് ഇതിൽ ശ്രദ്ധിക്കേണ്ടത്? ഹാവ് ഡെഫിനിറ്റ് ഷേപ്പ്, ഹാവ് നോർമൽ വെയ്റ്റ്, നോർമൽ സൈസ് ഇവയുള്ളതാണ് തിരഞ്ഞെടുക്കേണ്ടത്. ഗുഡ് ക്വാളിറ്റി സീഡ് ഷുഡ് ബി സെലക്ടഡ് ഫോർ ബെറ്റർ yield. For this, the respective plant and fruit should also have good quality. നല്ല വിളവ് ലഭിക്കാൻ ഗുണമേന്മയുള്ള വിത്ത് തിരഞ്ഞെടുക്കണം. വിത്തിന്റെ ഗുണമേന്മ ഉറപ്പുവരുത്താൻ വിത്തെടുക്കുന്ന ഫലം, ചെടി എന്നിവയും ഗുണമുള്ളതായിരിക്കണം, ഗുണമേന്മയുള്ളതായിരിക്കണം. Are new plants formed only from seeds? കൂട്ടുകാരെ, വിത്തിൽ നിന്ന് മാത്രമാണോ പുതിയ സസ്യങ്ങൾ ഉണ്ടാകുന്നത്? Observe the pictures given below. From which parts of these plants do saplings form? തന്നിരിക്കുന്ന ചിത്രങ്ങളും നിരീക്ഷിക്കൂ. ഇവയുടെ ഏത് ഭാഗത്തു നിന്നാണ് സാധാരണ പുതിയ തൈ ഉണ്ടാകുന്നത്? കറി ലീഫ് പ്ലാന്റ് കറിവേപ്പ്. കറിവേപ്പിന്റെ ഏത് ഭാഗത്തു നിന്നാണ് തൈ ഉണ്ടാകുന്നത്? സീഡ് മുളച്ചുണ്ടാകും, റൂട്ടിൽ നിന്നുണ്ടാകും, സ്റ്റെമ്മിൽ നിന്നും ഉണ്ടാവും. നെക്സ്റ്റ് ഈസ് ജിഞ്ചർ പ്ലാന്റ്. ജിഞ്ചർ പ്ലാന്റിന്റെയോ? സ്റ്റെമ്മിൽ നിന്നാണ് പുതിയ തൈ ഉണ്ടാവുന്നത്. ബ്രയോഫില്ലം ഇലമുളച്ചി. ഇലമുളച്ചിക്ക് പുതിയ തൈ ഉണ്ടാവുന്നത് എവിടെ നിന്നാണ്? ഓഫ് കോഴ്സ് ഇലയിൽ നിന്നാണല്ലേ, ലീഫിൽ നിന്നാണ്. നെക്സ്റ്റ് ഈസ് പെപ്പർ പ്ലാന്റ് കുരുമുളക് ചെടി. എവിടെ നിന്നാണ് പുതിയ തൈ ഉണ്ടാവുന്നത്? സ്റ്റെമ്മിൽ നിന്നുമാണ്. Haven't you understood that new plants are formed from parts like root, stem, leaf and underground stem? കൂട്ടുകാരെ, വേര്, തണ്ട്, ഇല, ഭൂകാണ്ഡം എന്നീ ഭാഗങ്ങളിൽ നിന്നും പുതിയ സസ്യങ്ങൾ ഉണ്ടാകുമെന്ന് നിങ്ങൾക്ക് മനസ്സിലായില്ലേ? വിത്ത് മുളപ്പിച്ച് മാത്രമല്ല ഈ ഭാഗങ്ങൾ ഉപയോഗിച്ചും തൈച്ചെടികൾ ഉണ്ടാക്കാറുണ്ട്. അതിനാൽ ഇവയും നടീൽ വസ്തുക്കളാണ്. അപ്പോൾ വിത്ത് മാത്രമല്ല നടീൽ വസ്തുവായിട്ടുള്ളത്, പിന്നെ എന്തൊക്കെയുണ്ട്? വേര്, തണ്ട്, ഇല, അണ്ടർഗ്രൗണ്ട് സ്റ്റെം. ഇത്രയും ഭാഗങ്ങൾ ഭൂകാണ്ഡം. അണ്ടർഗ്രൗണ്ട് സ്റ്റെം എന്നാൽ ഭൂകാണ്ഡം. ഈ ഭാഗങ്ങളിൽ നിന്നെല്ലാം പുതിയ സസ്യങ്ങൾ ഉണ്ടാകും. അതുകൊണ്ട് ഇവയും എന്താണ്? പ്ലാന്റിംഗ് മെറ്റീരിയൽസ് ആണ്. വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ ആൻഡ് സെക്ഷുവൽ റീപ്രൊഡക്ഷൻ. എന്താണ് വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ? കായിക പ്രജനനം. എന്താണ് കായിക പ്രജനനം? വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ
the process of production of new saplings from the vegetative parts of plants like root, stem, leaf and underground stem is called vegetative propagation. അതായത് ഒരു സസ്യത്തിൻ്റെ കായിക ഭാഗങ്ങളായ വേര്, തണ്ട്, ഇല, ഭൂകാണ്ഡം ഇവയിൽ നിന്ന് പുതിയ തൈകൾ ഉണ്ടാകുന്ന പ്രക്രിയയാണ് വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ അഥവാ കായിക പ്രജനനം. വെജിറ്റേറ്റീവ് പാർട്ടിൽ നിന്നും ന്യൂ സാപ്ലിങ്സ് ഉണ്ടാവുന്നതാണെന്ത്? വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ. വെജിറ്റേറ്റീവ് പാർട്സ് എന്നാൽ ഏതൊക്കെയാണ്? റൂട്ട്, സ്റ്റെം, ലീഫ് ആൻഡ് അണ്ടർഗ്രൗണ്ട് സ്റ്റെം. ഇതിൽ നിന്നുണ്ടാവുന്നതിനെയാണ് വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ എന്ന് പറയുന്നത്, പുതിയ തൈകൾ ഉണ്ടാകുന്നതിനെ. ദിസ് ഈസ് എ കൈൻഡ് ഓഫ് അസെക്ഷൽ റീപ്രൊഡക്ഷൻ. ഇതിനെ എന്തെന്നാണ് പറയുന്നത്? അലൈംഗിക പ്രത്യുൽപാദനം, അസെക്ഷൽ റീപ്രൊഡക്ഷൻ എന്നാണ് വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷനെ പറയുന്നത്. അങ്ങനെ എന്നാൽ സെക്ഷൽ റീപ്രൊഡക്ഷൻ എന്താണ്? സീഡ്സ് ആർ ഫോംഡ് ത്രൂ സെക്ഷൽ റീപ്രൊഡക്ഷൻ. സീഡ്ലിങ്സ് ആർ ജെർമിനേറ്റഡ് ഫ്രം സീഡ്സ് ടു. എന്താണ് സെക്ഷൽ റീപ്രൊഡക്ഷൻ? വിത്തുകൾ ഉണ്ടാകുന്നത് ലൈംഗിക പ്രത്യുൽപാദനത്തിലൂടെയാണ്. വിത്ത് മുളച്ചും തൈകൾ ഉണ്ടാകുന്നു. അതാണ് സെക്ഷൽ റീപ്രൊഡക്ഷൻ. ഇനി തന്നിരിക്കുന്ന ടേബിൾ നോക്കൂ. ഫൈൻഡ് ഔട്ട് എക്സാമ്പിൾസ് ഫോർ പ്ലാന്റ്സ് വിച്ച് റീപ്രൊഡ്യൂസ് ത്രൂ വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ ആൻഡ് സെക്ഷൽ റീപ്രൊഡക്ഷൻ. റൈറ്റ് ദം ഇൻ ദ സയൻസ് ഡയറി. എന്താണ് പറഞ്ഞിരിക്കുന്നത്? ഒരു ടേബിൾ തന്നിട്ടുണ്ടല്ലേ. വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ വഴിയും സെക്ഷൽ റീപ്രൊഡക്ഷൻ വഴിയും ഉണ്ടാകുന്ന സസ്യങ്ങൾക്ക് ഉദാഹരണങ്ങൾ കണ്ടെത്തി എഴുതുക. വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ, കായിക പ്രജനനം, അതായത് വെജിറ്റേറ്റീവ് പാർട്ടിൽ നിന്ന് തൈകൾ ഉണ്ടാകുന്നത്. ഏതൊക്കെ സസ്യങ്ങളാണ് അതിന് ഉദാഹരണമായിട്ടുള്ളത്? ബ്രെഡ് ഫ്രൂട്ട്, ശീമപ്ലാവ്, റൂട്ടിൽ നിന്നാണ്. പിന്നെയോ നീം, റൂട്ടിൽ നിന്നുണ്ടാവുന്ന സസ്യമാണ്. കറി ലീഫ്, കറിവേപ്പ് റൂട്ടിൽ നിന്ന് ഉണ്ടാകും. പിന്നെയോ സ്റ്റെമ്മിൽ നിന്നുണ്ടാകുന്നവ മുരിങ്ങ, മുരിങ്ങ സ്റ്റെമ്മ് നട്ടാൽ പുതിയ ചെടി ഉണ്ടാവും. പിന്നെയോ ഷുഗർ കെയിൻ, കരിമ്പ്, ടപ്പിയോക്ക, മരച്ചീനി. പിന്നെയോ മറ്റെന്തെല്ലാമാണ്? എഴുതി നോക്കൂ. ഇനി ലീഫിൽ നിന്നുണ്ടാവുന്നവയോ? ബ്രയോഫില്ലം, ഇലമുളച്ചി, ബിഗോണിയ, സ്നേക്ക് പ്ലാന്റ്. ഇവയൊക്കെ ലീഫിൽ നിന്നും പുതിയവ ഉണ്ടാകുന്നതാണ്. ഇനി അണ്ടർഗ്രൗണ്ട് സ്റ്റെമ്മിൽ നിന്നുണ്ടാവുന്നത് ജിഞ്ചർ, പൊട്ടാറ്റോ, ഒനിയൻ. ഇതൊക്കെ അണ്ടർഗ്രൗണ്ട് സ്റ്റെമ്മിൽ നിന്ന്, ഭൂകാണ്ഡത്തിൽ നിന്ന് പുതിയ ചെടി ഉണ്ടാകുന്നവയാണ്. സെക്ഷൽ റീപ്രൊഡക്ഷൻ വഴിയോ? അതായത് സീഡിൽ നിന്ന്, മുരിങ്ങ സീഡിൽ നിന്ന് ഉണ്ടാവുന്നു. പിന്നെയോ മാംഗോ, ജാക്ക് ഫ്രൂട്ട്, ടൊമാറ്റോ, ബ്രിഞ്ചൽ, പീ ഇവയെല്ലാം സീഡിൽ നിന്ന് പുതിയ സാപ്ലിംഗ് ഉണ്ടാകുന്നവയാണ്. ഇവയ്ക്ക് കൂടുതൽ ഉദാഹരണങ്ങൾ എഴുതി പട്ടിക പൂർത്തിയാക്കൂ. ഇൻ മൊരിങ്ങ, young plants are produced from seeds and by planting stem cuttings. Can you find more examples of plants which can reproduce both through sexual reproduction and vegetative propagation? എന്താണ് പറഞ്ഞിരിക്കുന്നത്? മുരിങ്ങയിൽ വിത്ത് മുളച്ചും കമ്പ് മുറിച്ച് നട്ടും പുതിയ തൈച്ചെടികൾ ഉണ്ടാകുന്നുണ്ടല്ലോ. ഇതുപോലെ സെക്ഷൽ റീപ്രൊഡക്ഷൻ വഴിയും വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ വഴിയും പുതിയ തലമുറയെ സൃഷ്ടിക്കുന്ന സസ്യങ്ങൾക്ക് കൂടുതൽ ഉദാഹരണങ്ങൾ കണ്ടെത്താമോ? മുരിങ്ങയിൽ സീഡിൽ നിന്നും പുതിയ തൈ ഉണ്ടാകുന്നു, സ്റ്റെം കട്ടിങ്ങിൽ നിന്നും പുതിയവയുണ്ടാകുന്നു. അതുപോലെ ശീമക്കൊന്നയിലും സീഡിൽ നിന്നും സ്റ്റെമ്മിൽ നിന്നും ഉണ്ടാവുന്നു. വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ വഴിയും സെക്ഷൽ റീപ്രൊഡക്ഷൻ വഴിയും പുതിയവ ഉണ്ടാകുന്നു. മറ്റേതെല്ലാമാണ്? കറി ലീഫിലും സീഡിൽ നിന്നും വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ വഴിയും ഉണ്ടാവുന്നു. പിന്നെയോ തേക്ക് പ്ലാന്റ് ഇല്ലേ, അതും അങ്ങനെ തന്നെ ഉണ്ടാകുന്നതാണ്. പിന്നെ ഏതാണ്? ചൈന റോസ്,
ഇവയെല്ലാം വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ വഴിയും സെക്ഷൽ റീപ്രൊഡക്ഷൻ വഴിയും പുതിയ തൈകൾ ഉണ്ടാകുന്നതിന് ഉദാഹരണങ്ങളാണ്. സെലക്ഷൻ ഓഫ് പ്രോപ്പർ പ്ലാന്റിംഗ് മെറ്റീരിയൽ ഈസ് ആസ് ഇമ്പോർട്ടൻ്റ് ആസ് സെലക്ഷൻ ഓഫ് good quality seeds for cultivation. Care should be taken to choose planting materials from plants that have superior quality. എന്താണ് പറയുന്നത്? സീഡ് നമ്മൾ സെലക്ട് ചെയ്യുന്നത് എങ്ങനെയാണ്? അതുപോലെ തന്നെ കൃഷി ചെയ്യുമ്പോൾ നല്ല വിത്ത് തിരഞ്ഞെടുക്കുന്നത് പോലെ തന്നെ പ്രധാനമാണ് നല്ല നടീൽ വസ്തുക്കളുടെ തിരഞ്ഞെടുപ്പും. ഗുണമേന്മയുള്ള സസ്യങ്ങളിൽ നിന്ന് നടീൽ വസ്തുക്കൾ തിരഞ്ഞെടുക്കാൻ ശ്രദ്ധിക്കണം. സീഡ് നമ്മൾ സെലക്ട് ചെയ്യുമ്പോൾ അതിൻ്റെ ഷേപ്പ് നോക്കും, സൈസ്, വെയിറ്റ്, സീഡ് കോട്ട് ഇവയെല്ലാം നോക്കിയിട്ടാണ് സെലക്ട് ചെയ്യുന്നത് അല്ലേ? അതുപോലെ തന്നെ വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷനിലും പ്ലാന്റിംഗ് മെറ്റീരിയൽസ് തിരഞ്ഞെടുക്കുമ്പോൾ സുപ്പീരിയർ ക്വാളിറ്റി തന്നെ തിരഞ്ഞെടുക്കാൻ ശ്രദ്ധിക്കണം. ഗുണമേന്മയുള്ള ക്വാളിറ്റി തന്നെ തിരഞ്ഞെടുക്കാൻ ശ്രദ്ധിക്കണം. ഈ പാഠത്തിൻ്റെ ബാക്കി ഭാഗവുമായി മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. താങ്ക് യു.